ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇറാനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇസ്രായേൽ അവരുടെ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ 2 ആഴ്ച, വീക്ക് ഓർ 2 വീക്ക്, 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ചുരുട്ടിക്കെട്ടി ഇറാൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി ഒതുക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഫാർദോ എന്ന് പറഞ്ഞ ഒരു ഏരിയ, ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന ഈ ഫാർദോ പലപ്പോഴായിട്ട് നമ്മളുടെ വീഡിയോയിൽ തുടർച്ചയായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ സ്ഥലം എന്താണെന്നുള്ളത്. പല മാപ്പുകളിലും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം റൺ ചെയ്യുന്ന ഈ നറ്റാൻസിനേക്കാളും കുറച്ച് ചെറുതാണ് അളവിൽ. പക്ഷേ വൺ ഓഫ് ദ മേജർ ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച്മെൻറ്റ് നടക്കുന്ന സ്ഥലമാണ് ഈ ഫാർദോ. അപ്പോൾ ഈ ഫാർദോ അറ്റാക്ക് ചെയ്യണം. ഈ നറ്റാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നറ്റാൻസിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്തുന്ന ആ ഒരു ഫ്യൂവൽ റൂമിലേക്ക് ആക്രമണം എത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ നറ്റാൻസിലേക്കുള്ള ടണൽ ഒരുപാട് ദൂരെ ഈ മലയുടെ അടിവാരത്തോടെ ടണൽ പോകുന്നുണ്ട് അടിയിൽ കൂടെ. ഈ ടണലുകൾ ഒന്നും തന്നെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല എന്നും കൂടി വാർത്ത വരുന്നുണ്ട്. അതായത് ഈ ഒരു സെന്റർ മാത്രമാണ് മേളിൽ നിന്ന് ആക്രമണം നടത്തുന്നത്. ഇതിലേക്കുള്ള എൻട്രൻസിലേക്കുള്ള വഴി മലയുടെ അടിയിൽ കൂടെ 2-3 മാർഗങ്ങളിൽ ഇവിടെ എത്താം എന്നാണ് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള ടണലുകൾ ഇറാൻ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫാർദോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ ഒരു ന്യൂക്ലിയർ പ്രോജക്റ്റും ഇതേപോലെ ഫ്യൂവൽ എൻറിച്ച്മെന്റിന്റെ പ്രോജക്റ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും അറ്റാക്ക് ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇസ്രായേൽ ഇതിനെ ഫോക്കസ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം എന്താണ് ടാസ്ക് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ടാസ്ക് കറക്റ്റായിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ടാർഗറ്റിലേക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അതിലേക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ ആ ഒരു സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് ഈ മറ്റുള്ള ആക്രമണങ്ങൾ, മിസൈൽ വിട്ട് തടയുക, മറ്റുള്ള ഇതര ഗവൺമെൻറ് മിലിറ്ററി സ്ഥാപനങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ അമേരിക്കയുടെ ലാംഗ്വേജിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ലാംഗ്വേജിൽ മാറ്റം സംഭവിക്കാനുള്ള കാരണം ഇസ്രായേലിൻ്റെ വിയോജിപ്പാണ്. അതായത് ട്രംപ് ഒരു രീതിയിലും ഇറാൻ്റെ മേളിൽ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ന്യൂക്ലിയർ ഡീൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ന്യൂക്ലിയർ സ്റ്റേഷൻസ് കൃത്യമായിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്ത് ഡീലാണ്? അവിടെ ന്യൂക്ലിയർ ഉണ്ടായിട്ട് വേണ്ടേ ന്യൂക്ലിയർ ഡീൽ? ഇനിയിപ്പം ഇസ്രായേൽ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനെ ഇനി ന്യൂക്ലിയർ ഡീലിന് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്പർ 1. ഇനി അവർ ഞങ്ങൾ ഡീലിന് വരാമെന്ന് പറയും ഇറാൻ. കാരണം അവരുടെ സൈഡിൽ അവരുടെ പൊസിഷൻ വീക്കാണ്. കാരണം അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം എല്ലാം അടിച്ച് തറ പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് തരത്തിലാണ് അവർക്ക് നെഗോസിയേഷൻ പവർ ഉണ്ടാവുക? നെഗോസിയേഷൻ പവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഡീലിന് തയ്യാറാണെന്ന് പറയും. ഇനി തയ്യാറാണെന്ന് പറയുന്ന സമയം ഇപ്പോൾ ഇറാൻ ന്യൂക്ലിയർ ഡീലിന് തയ്യാറാണ് എന്ന് പറയുന്നെങ്കിൽ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം എല്ലാം കൊല്ലാപ്സ് ആയി എന്ന് വിചാരിച്ചോണം. അത്രേ ഉള്ളൂ. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 70 ഡിഫൻസ് ബാറ്ററി അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് 70 മിസൈൽ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് നടക്കുന്ന സംഗതിയാണിത്. ഇതിൽ ഫസ്റ്റ് 24 അവേഴ്സിൽ 40 എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേൽ നശിപ്പിച്ച് കളഞ്ഞത്. ബാക്കിയുള്ള 30 തുടരെയുള്ള ആക്രമണങ്ങളിൽ എയർ സ്ട്രൈക്ക് മൂലം അറ്റാക്ക് ചെയ്ത് കളഞ്ഞതാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ട്രംപിന് ബദൽ പ്ലാനുകൾ ഉണ്ടാവാം ഇറാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടായിരിക്കാം നെഗോസിയേഷൻസിനും അതേപോലെ ന്യൂക്ലിയർ ഡീലിനൊക്കെ ഇറാനെ ക്ഷണിക്കുന്നത്. ട്രംപിന് അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇറാന്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ എക്കോണമിക്കുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ JD വാൻസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് ട്രംപ് ഓവർ പ്ലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇസ്രായേലിനെ മറികടന്നുകൊണ്ട് ഒരു ഓവർ പ്ലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം നിർത്തണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ജസ്റ്റ് ഡയറക്റ്റ് സംസാരിച്ച് നിർത്താൻ പറ്റത്തില്ല. അതിനു മേളിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു ഗെയിം പ്ലാൻ അറേഞ്ച് ചെയ്ത് ഇറാനുമായിട്ട് ഡയറക്റ്റ് നെഗോസിയേഷനോ എന്തെങ്കിലും രീതിയിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ആയാൽ മാത്രമേ നെതന്യാഹുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മാത്രമേ നെതന്യാഹുവിനെ തടയാൻ കഴിയൂ. അതും പഴയതുപോലെ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് തടയാൻ പറ്റില്ല. കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ കൈവിട്ട് പോയിരിക്കുകയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്തുകൊണ്ടേ തടയാൻ പറ്റൂ. ഒന്നെങ്കിൽ ആ ന്യൂക്ലിയർ പ്ലാനിൻ്റെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇറാനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ട് ഡയറക്റ്റ് നെഗോസിയേഷൻസിന് വേണ്ടിയിട്ട് തയ്യാറാവണം. അതിന് ഇറാനും ഈഗോ വിട്ട് മുന്നോട്ട് വരണം. ഇറാനാണെങ്കിൽ ഈഗോയുടെ അങ്ങ് അറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈഗോയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരില്ല. അത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഇസ്രായേലിൻ്റെ ഭാഷയിൽ 2 ആഴ്ച കൊണ്ട് ഇറാനിൽ ചെയ്യേണ്ട ജോലികൾ ചെയ്ത് തീർക്കുമെന്നാണ് IDF പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ട്രംപിൻ്റെ ഭാഷയിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ
ഇറാനുമായിട്ടുള്ള ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന മെത്തേഡിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ അതായത് അറ്റാക്കിംഗ് ഒന്നും നിർത്താൻ പറ്റത്തില്ല. ഇസ്രായേൽ തെഹ്റാന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇറാന്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങളൊന്നും ഒരിക്കലും നിർത്താൻ കഴിയില്ല അൻറ്റിൽ നിങ്ങൾ ടേബിളിൽ വന്ന് ഇരുന്ന് ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടി. അതായത് യുദ്ധമൊന്നും നിർത്താൻ പറ്റത്തില്ല, ഞങ്ങൾ ബോംബ് ഇട്ടുകൊണ്ടേയിരിക്കും, ഞാൻ ഇസ്രായേലിനെ വെച്ചിട്ട് അടിച്ചുകൊണ്ടേയിരിക്കും, നീ മര്യാദയ്ക്ക് വന്ന് ടേബിളിലിരുന്ന് ഈ ഡീല് സൈൻ ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു ലാംഗ്വേജ്. എന്താണോ ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു സ്ലാങ്, അത് തന്നെയാണ് ഞാൻ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇറാനെ ഡീൽ ചെയ്യുന്നത്. ഇങ്ങനൊരു രാജ്യത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം വന്നിട്ട് ഒപ്പിടും എന്നാണ് വിചാരിക്കുന്നത്? ഒരിക്കലും ഒപ്പിടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒപ്പിടാത്ത സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ മനസ്സിലുള്ള ഒരു എയിം എന്ന് പറഞ്ഞാൽ വരൂ ഒപ്പിടൂ, ഞാൻ ഇസ്രായേലിനെ വെച്ച് അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്ന സാഹചര്യത്തിൽ നെതന്യാഹു ഉദ്ദേശിക്കുന്നത് എന്താണോ സിറിയയിൽ നടത്തിയത്, സിറിയയിലെ അസാദ് റെജീമിന്റെ ആ ഒരു ഭരണകൂടത്തിനെ അട്ടിമറിച്ച് തകർത്ത് എറിഞ്ഞ ആ ഒരു സെയിം സെനാരിയോ ഇറാന്റെ ഉള്ളിൽ കൊണ്ടുവരണം എന്ന് നെതന്യാഹു ആഗ്രഹിക്കുന്നുണ്ട്. അതായത് റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ കൺട്രോളിൽ വരും. അതായത് ഷാ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം വന്നു കഴിഞ്ഞാൽ, ഈ അമേരിക്ക, ഇസ്രായേൽ, വെസ്റ്റേൺ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങളൊക്കെ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടം ഇറാന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഇസ്രായേൽ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇസ്രായേലിന്റെ ധാരണ വേറെ ഒന്നുമില്ല. ഇതിനകത്ത് നമ്മളുടെ മീഡിയാസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ച എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ആണവായുധമാവാം, എന്തുകൊണ്ട് പിന്നെ ഇറാൻ ആയിക്കൂടാ? എന്നാൽ പിന്നെ ഒരു ചോദ്യമേ ഉള്ളൂ, ഇന്ത്യക്ക് ആണവായുധമാവാം, പിന്നെ എന്തുകൊണ്ട് ബംഗ്ലാദേശ് ഒരു ആണവായുധം ആയിക്കൂടാ? എന്തുകൊണ്ട് മാൽഡീവ്സിന് ഒരു ആണവായുധം ആയിക്കൂടാ? എന്നാൽ പിന്നെ ശ്രീലങ്കയ്ക്ക് ഒന്നാവാമല്ലോ, എല്ലാവർക്കും ഒന്നാവാം. ഇതിന് ചില റെസ്പോൺസിബിലിറ്റീസും ഇത് കീപ്പ് ചെയ്യാനുള്ള ചില മാനദണ്ഡങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ടും ഇത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ആണവായുധം കീപ്പ് ചെയ്യുന്നത്. ഇതൊന്നും ആരുടെയും മേളിൽ കൊണ്ട് ഇടാൻ പോകുന്നില്ല. ഇറാന്റെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന് എതിരാണ്, ഫണ്ടമെന്റൽ. അതാണ് പ്രശ്നം. അതായത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ റിലീജിയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ വിഷയം കിടക്കുന്നത്. പിന്നെ ഇത് ഈ റിലീജിയൻ ആയതുകൊണ്ട് ആരും ഇതിനെ വലുതായിട്ടങ്ങ് ഫോക്കസ് ചെയ്ത് സംസാരിക്കത്തില്ല വെളിയിൽ. സംഭവം യഹൂദനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഫണ്ടമെന്റലായിട്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളുടെ കയ്യിൽ ആണവായുധം പോയി കഴിഞ്ഞാൽ ആ പഠനത്തിനോടൊപ്പം ഈ ആണവായുധം ചേർന്ന് കഴിഞ്ഞാൽ എന്തായിത്തീരും? അതാണ് ഇസ്രായേലിന്റെ പേടി. ഇസ്രായേൽ ശരിക്കും അവരുടെ നിലനിൽപ്പും അവരുടെ അതിജീവനവും അവർ പേടി കൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഒരുപാട് കോംപ്ലക്സിറ്റി നിറഞ്ഞ വിഷയങ്ങളുണ്ട്. അതായത് തീവ്രവാദം എന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഈ തീവ്രവാദികളെ പഠിപ്പിച്ച് ഇങ്ങനെ തീവ്രവാദികളായിട്ട് ആക്കുന്നത് ആരാണ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് മണിക്കൂർ കണക്ക് എന്തുകൊണ്ട് ഇസ്രായേലിന് ആണവായുധം ആവാം, എന്തുകൊണ്ട് ഇറാനിന് ആണവായുധം ആയിക്കൂടാ എന്നുള്ള രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ ഒക്കെ നടത്തേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ. ഇസ്രായേലിന് ആണവായുധം ആവാം, കാരണം ഇസ്രായേലിന് ചുറ്റും ത്രെട്ട് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ആ ഉത്ഭവിച്ച ആ ദിവസം മുതൽ തന്നെ, അത് മോഡേൺ ഡേയ്സിൽ 1948 ഈ രാജ്യത്തിന് കുറച്ച് സ്ഥലം കൊടുത്ത് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോ, ഇത് ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദിവസം മുതൽ എതിർക്കുകയാണല്ലോ. അല്ലാതെ ഇതുവരെ അതിനെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാൻ മനസ്സ് കാണിക്കാത്ത ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി കുറേ രാജ്യങ്ങൾ താമസിക്കുന്നുണ്ട്. അവരൊക്കെ വർഷങ്ങൾ എടുത്തു കൺവിൻസ് ആയി വരാൻ. ഇപ്പൊ കുറച്ച് രാജ്യങ്ങളൊക്കെ കൺവിൻസ്ഡ് ആയി വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എല്ലാവരും കൺവിൻസ് ആയി അങ്ങ് ഇസ്രായേലിനെ അങ്ങ് പരിപോഷിപ്പിച്ച് നിങ്ങൾ ജീവിച്ചോ എന്ന് പറയുമെന്ന് വിചാരിക്കരുത്. അതൊക്കെ മണ്ടത്തരമാണ്. അണുബോംബ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വക ഫണ്ടമെന്റലിസം പഠിച്ചു വെച്ചിരിക്കുന്ന തലച്ചോറുള്ള ആൾക്കാർ ഇത് എടുത്തുകൊണ്ടങ്ങ് ഇടും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ കരുതുന്നത്. പക്ഷേ എന്നാലും ഇസ്രായേൽ ഇതുവരെ ഓപ്പൺ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അവിടെ അണുവായുധം ഉണ്ടോ എന്നുള്ളത് ഇതുവരെ ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അൺഒഫീഷ്യലി തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ വഴി, അതായത് ഗൾഫിലുള്ള മറ്റുള്ള അറബ് രാഷ്ട്രങ്ങൾ വഴി ഞങ്ങൾ സീസ് ഫയറിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സീസ് ഫയർ അത്ര എളുപ്പമല്ല. ട്രംപ് പറഞ്ഞിരിക്കുന്നത് സീസ് ഫയർ ഇവിടെ ഒരു പ്രശ്നമേ അല്ല, സീസ് ഫയർ ചർച്ചയുമല്ല, ഇവിടെ ന്യൂക്ലിയർ ഡീലാണ് ചർച്ച. നിങ്ങളുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ സീസ് ഫയറോ എന്ത് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അറബ് രാജ്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ വാർത്തയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷൻസിനൊക്കെ താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, തുർക്കി പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ സൈഡിലും ഇസ്രായേലിന്റെ സൈഡിലും പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: ആദ്യം ഡീലിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നിർത്തൂ, അതാണ് ഈ യുദ്ധത്തിന്റെ ഒരു സൊല്യൂഷൻ. അതിലുപരിയായിട്ട് സീസ് ഫയർ വെച്ച് കളയാം, ഇത്രയും എഫേർട്ട് ഇട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു യുദ്ധം പെട്ടെന്ന് ഒരു ദിവസം അവസാനിപ്പിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ നടക്കത്തില്ല. ഇനിയിപ്പോൾ ഈ ഫോർദോ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ
ഇസ്രായേലിന് വേണ്ടത് GBU-57 എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബാണ് വേണ്ടത്, എർത്ത് പെനട്രേറ്റിംഗ്. അപ്പോൾ ഈ ബോംബ് എവിടെയാണുള്ളത്? ഈ ബോംബ് അമേരിക്കയിലാണുള്ളത്. ഈ കാണുന്നതാണ് ആ ബോംബ് കേട്ടോ, ഞാൻ ഈ വീഡിയോയിൽ വെച്ചിരിക്കുന്നത്. ഈ ബോംബ് അമേരിക്കയിലാണുള്ളത്. അമേരിക്ക ഈ ബോംബ് ഇസ്രായേലിന് കൊടുക്കുമോ എന്നുള്ളതാണ് ഒരു ഡൗട്ട്. ഇനിയിപ്പോൾ ഇസ്രായേലിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ B2 ബോംബർ വേണം. B2 ബോംബറിൽ മാത്രമേ ഇത് കൊണ്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും അമേരിക്ക തന്നെ ആയിരിക്കും ഇത് ഡിപ്ലോയ് ചെയ്യുന്നത്, അഥവാ ഡിപ്ലോയ് ചെയ്യുന്നെങ്കിൽ. ഇനി ഇസ്രായേലിന് ഇപ്പോൾ ഇത് ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ വേറെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കി കമാൻഡോ ഓപ്പറേഷൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിറിയയ്ക്കുള്ളിൽ ഇറാന്റെ ഇതേപോലത്തെ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഗോഡൌൺ എങ്ങനെയാണോ തകർത്തത് അതേപോലെ തകർക്കാനുള്ള പദ്ധതി ഓൾറെഡി തന്നെ മൊസാദ് ചാർട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതും അമേരിക്ക എടുത്ത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഗ്രൗണ്ട് ഓപ്പറേഷൻ, കമാൻഡോ ഓപ്പറേഷൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ B2 ബോംബർ ഉപയോഗിച്ച് അവിടെ കൊണ്ട് ബങ്കർ ബസ്റ്റർ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഓപ്പറേഷൻ, അതിനെക്കുറിച്ച് ടൈം എടുക്കുമായിരിക്കും, പക്ഷേ വിതിൻ 2 വീക്സിൽ ഞങ്ങളത് ഫിനിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അമേരിക്ക ബങ്കർ ബസ്റ്റർ ഇടുന്നെന്ന് വെച്ചോ. ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ബോംബിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 13,600 കിലോഗ്രാം ആണ്. ഏതാണ്ട് 3000 LBS വരും. ഏതാണ്ട് ഒരു ബോംബ് ഏതാണ്ട് 3000 പൗണ്ട് വെയിറ്റ് വരും. അപ്പോൾ ഇത് ഏതാണ്ട് 200 അടി താഴ്ചയിൽ പോയിട്ടാണ് ഇത് ബ്ലാസ്റ്റ് ആവുന്നത്. അതായത് ഏതാണ്ട് 61 മീറ്റർ. പല സമയങ്ങളിലും ഒരു ബങ്കർ ബസ്റ്റർ ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് പകുതി വഴിക്ക് തന്നെ ബ്ലാസ്റ്റ് ആവാറുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ ലാൻഡിൻ്റെ നേച്ചർ അനുസരിച്ച് എത്രത്തോളം പാറയുണ്ട്, എത്രത്തോളം ആ മണ്ണിൻ്റെ ഘടന, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ഇത് എത്ര ഫാസ്റ്റ് ആയിട്ട് അകത്തോട്ട് പോകുന്നത് അതനുസരിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു തവണ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് ജസ്റ്റ് പോയി റീച്ച് ആയിട്ട് ചിലപ്പോൾ 30 മീറ്ററിൽ തന്നെ അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അഥവാ പൊട്ടിത്തെറിക്കുന്നെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഇടും അതിൻ്റെ മേളിൽ. അപ്പോൾ വീണ്ടും അടുത്ത 30 മീറ്ററിലോ അല്ലെങ്കിൽ 60 മീറ്ററിലോ ചെന്ന് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. അപ്പോൾ അതായത് ആ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് റൂം എത്തുന്നത് വരെ ബങ്കർ ബസ്റ്റർ ഇട്ട് പൊട്ടിച്ചത് കൺഫേം ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ബോംബിംഗ് സിസ്റ്റം ഇടുന്നതായിരിക്കും മോസ്റ്റ് ലൈക്ലി ഇസ്രായേൽ താല്പര്യപ്പെടുന്നത്. അത് തന്നെയാണ്. അമേരിക്ക വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതിനാണ് അമേരിക്കയുടെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ B2 ബോംബർ കൊണ്ടുവന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമേരിക്ക ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് ആവശ്യം എന്നുള്ളത്. പക്ഷേ ഇറാനെ വിടുന്ന മാതിരി ഇല്ല ഇത്തവണ, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ 14 ദിവസത്തിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സ്റ്റേഷൻസ് ആണെങ്കിലും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഇസ്രായേൽ ഇതിൻ്റെ ഉള്ളിൽ നടത്തുന്നത് റെജീം ചേഞ്ച്. എങ്ങനെയെങ്കിലും ഈ ഇറാന്റെ ഭരണകൂടം, IRGC ഭരണകൂടം അട്ടിമറിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഭാഷയിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇറാന്റെ ആയത്തുള്ള ഖമനിയെ ഒന്നും ചെയ്യേണ്ട, വിട്ടേക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള ഖമനി എവിടെയാണ് താമസിക്കുന്നത് നമുക്കറിയാം, അയാളെ ഇല്ലാതാക്കാനുള്ള ആ ഒരു പ്ലാൻ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുന്നത്, ജസ്റ്റ് ഫോർ നൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലത്തേക്ക്, അല്ലാതെ അത് വേണ്ട, ആ ഒരു പ്ലാൻ വേണ്ട എന്നല്ല. കാരണം അതിന് മറുപടി നെതന്യാഹു കൊടുത്തിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ചൊൽപ്പടിക്കും അമേരിക്കയുടെ താല്പര്യത്തിനും ഒത്തല്ല ഇസ്രായേൽ പെരുമാറുന്നത്. ഇസ്രായേലിന്റെ സോവറിനിറ്റിക്ക് വേണ്ടിയിട്ട്, ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അതാണ് ഇസ്രായേൽ ഗവൺമെന്റ് ചെയ്യുന്നത് എന്നാണ് നെതന്യാഹു മറുപടി പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ട്രംപിന് ഇച്ചിരി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നത്. പിന്നെ ഒരു ഷാർപ്പ് ന്യൂസ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സിൽ, മിക്കവാറും ഇന്ന് രാത്രി ഇല്ലെങ്കിൽ നാളെ രാത്രി, 2 ദിവസത്തിനുള്ളിൽ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഹിഡൻ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇറാനെതിരെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ടൈം ലൈൻ ഒരുപാട് കൊടുത്തു കഴിഞ്ഞു ഇറാന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ഏത് മൊമെന്റിലും ഇതിനകത്ത് ഇടപെടാം എന്നുള്ളൊരു സാഹചര്യമാണ്. 2-3 ദിവസത്തേക്കൊക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. വളരെ ശക്തമായ രീതിയിൽ അമേരിക്ക ഇറാന്റെ മേളിൽ തെഹ്റാനിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അറ്റാക്ക് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണോ ഇറാഖിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയത് അതുപോലെ ഇറങ്ങിപ്പോയി തകർക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക ഇറങ്ങുന്നെങ്കിൽ നല്ലൊരു ഇറക്കം തന്നെ ആയിരിക്കും, അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇറാന്റെ കാര്യത്തിൽ തീരുമാനമാവും.